എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആ വിശ്വചൈതന്യത്തിലാണ് നമ്മുടെ ആദ്യത്തെ നാഡി അല്ലെങ്കിൽ ആദ്യത്തെ സ്പന്ദനം, പ്രാണൻ്റെ സ്പന്ദനം, ഹാർട്ട് ബീറ്റ് എന്നൊക്കെ പറയുമല്ലോ, ആ ടിക് ടിക് എന്നുള്ളത് മുതൽ തുടങ്ങുന്നത്. എല്ലാ ചലനങ്ങളും അതിൽ ആരംഭിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഈശാവാസ്യത്തിലെ ഈ ശ്ലോകം. തുടർന്ന് വീണ്ടും സത്യത്തെ നമ്മുടെ മുന്നിൽ ഒരു ചെറിയൊരു കോൺട്രഡിക്ഷനോട് കൂടിയിട്ട് അവതരിപ്പിക്കുക. എന്തിനാണ് ഈ കോൺട്രഡിക്ഷനൊന്നുമില്ല, ചിലപ്പോൾ മനസ്സിലാക്കാൻ അങ്ങനെ ഉണ്ടാകാം. തത് ഏജതി, അത് ഇളകുന്നു. തത് ന ഏജതി, അത് ഇളകുന്നില്ല. തത് ദൂരെ, അത് ദൂരെയാണ്. തത് അന്തികെ, അത് അടുത്താണ്. തതു സർവസ്യാസ്യ ബാഹ്യത, അത് എല്ലാറ്റിൻ്റെയും പുറത്താണ്. തതു സർവസ്യാസ്യ അന്തഃ, അത് എല്ലാറ്റിൻ്റെയും ഉള്ളിലുമാണ്. ഇതിനെ നമ്മൾ സാമാന്യം മനസ്സിലാക്കിയത് എന്താണ്? ഇതൊരു വട്ടാണ് അല്ലേ? അപ്പം അത് ഇളകുന്നു, ഇളകുന്നില്ല. അത് ദൂരെയാണ്, അത് അടുത്താണ്. അത് അകത്താണ്, അത് പുറത്താണ്. എന്താണിത്? അതായത് സത്യത്തിന് ഇങ്ങനെ സത്യത്തെ നോക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവപ്പെടാം. ഇപ്പം അത് ഇളകുന്നു, അത് ഇളകുന്നില്ല. അതെങ്ങനെയാണ് ഇളകുകയും ഇളകാതിരിക്കുകയും ചെയ്യുക? ഭഗവത്ഗീതയിൽ ഇതിന് സമാനമായിട്ടുള്ളൊരു ശ്ലോകമുണ്ട്. കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും ആര് കാണുന്നു? അവൻ കാണുന്നു. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആരാണോ കാണുന്നത് അവനാണ് കാണുന്നവൻ എന്ന് ഗീത പറയും. അപ്പം അത് ഇളകുന്നു, ഇളകുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ ഇവിടുന്ന് ട്രെയിൻ കയറി വേറെ എവിടേക്കെങ്കിലും പോകുന്നു. ആലുവ സ്റ്റേഷനിലെത്തിയപ്പോൾ നമുക്ക് തോന്നി, അയ്യോ വെള്ളം മേടിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം മേടിക്കാൻ വേണ്ടി നമ്മുടെ മകനോട് പറഞ്ഞു, മോനെ ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചോ, ഏതായാലും മരുന്ന് കഴിക്കാണ്ട് അച്ഛൻ എന്ന് പറയും. ശരി. അപ്പോൾ അവൻ അവിടെ സ്റ്റേഷനിലേക്ക് വെള്ളം മേടിക്കാൻ വേണ്ടി ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. സ്റ്റേഷനിലേക്ക് പോയി, പ്ലാറ്റ്ഫോമിലേക്ക് പോയി. അപ്പോൾ ട്രെയിൻ അങ്ങനെ നിർത്തിയിട്ടിരിക്കുക. അപ്പോഴാണ് ഈ അമ്മ, അവനിങ്ങ് വലതു ഭാഗത്താണ് പ്ലാറ്റ്ഫോം, അമ്മ ഇടതു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ട്രെയിൻ അങ്ങോട്ട് ഇളകി. പെട്ടെന്ന് അയ്യോ മോൻ കയറിയോ എന്ന് പറഞ്ഞ് വലതോട്ട് നോക്കിയപ്പോഴോ ട്രെയിൻ ഇളകിയിട്ടില്ല. അപ്പോൾ അപ്പുറത്തെ ട്രെയിനായിരുന്നു ഇളകിയത്. അപ്പുറത്തെ ട്രെയിൻ ഇളകിയ സമയത്ത് നമ്മുടെ ട്രെയിൻ ഇളകിയതായിട്ട് തോന്നി. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കിയപ്പോഴോ നമ്മുടെ ട്രെയിന് ഇളകിയിട്ടില്ല. അപ്പം സ്ഥിരമായതുമായിട്ട്, സ്ഥിരമായ പ്ലാറ്റ്ഫോമുമായി ചേർത്ത് വെച്ച് നാം നമ്മുടെ ട്രെയിനിനെ നോക്കിയ സമയത്ത് എന്തുണ്ടായി? ഇതിന് ന ഏജതി, ഇത് ഇളകിയില്ല. അസ്ഥിരമായതുമായി ചേർത്ത് വെച്ച് നമ്മുടെ അതിനെ നോക്കിയ സമയത്ത് നമ്മുടെ ഇത് ഇളകി. നമ്മുടെ തോന്നലാണ്. അതിന് ഇളക്കവും ഇളക്കമില്ലായ്മയും. ഇതാണ് ഒരു രീതി, മനസ്സിലാക്കേണ്ട ഒരു രീതി. അത് ഇളകുന്നു, അത് ഇളകുന്നില്ല. അതുകൊണ്ടാണ് ഗീത കർമ്മത്തിൽ കർമ്മമില്ലായ്മയും കർമ്മമില്ലായ്മയിൽ കർമ്മവും എന്ന് പറഞ്ഞാൽ ഈ വിശ്വത്തിന് ആധാരമായിട്ടുള്ള സദ്വസ്തു, എല്ലാ ചലനങ്ങൾക്കും നിദാനമായിട്ടുള്ളത്, ഈ ചലനങ്ങളൊക്കെ നടക്കുമ്പോഴും അതെന്താണ്? നിശ്ചലമാണ്. അപ്പോൾ ഈ ചലനങ്ങളെല്ലാം നടക്കുമ്പോൾ ആരാണ് നിശ്ചലമാണിതെന്ന് അറിവ് കൊണ്ട് കാണുന്നത്? അതാണ് കർമ്മത്തിൽ അകർമ്മത്തെ കാണുക. കർമ്മമില്ലായ്മയിൽ കർമ്മത്തെ കാണുക. അതായത് ബ്രഹ്മത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഇളക്കങ്ങളെയും ആര് കാണുന്നു? എല്ലാ ഇളക്കങ്ങളിലും ഇളക്കമില്ലാത്ത ബ്രഹ്മത്തെ ആര് കാണുന്നു? ഇപ്പം സൂര്യോദയം സൂര്യാസ്തമയം കാണുന്ന സമയത്ത് അയഥാർത്ഥ്യമാണിത്, ഇത് എൻ്റെ തോന്നലാണെന്ന് ആര് കാണുന്നു? അതാണ് ശരിയായ കാഴ്ച. അല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ നമ്മളെ ബാധിക്കുന്ന ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ സൂര്യൻ ഇനി എന്നാ വരിക എന്നൊക്കെയാവും. അപ്പം തത് ഏജതി, തത് ന ഏജതി, അത് ഇളകുന്നു, അത് ഇളകുന്നില്ല. അപ്പോൾ വലിയ യന്ത്രയൂഞ്ഞാലുണ്ട്, വലുത് വലിയതൊക്കെ ഈ ഉത്സവപ്പറമ്പിൽ
കൊണ്ടുവരുന്നതിൽ കയറിയാൽ നമുക്ക് കറക്കം അനുഭവപ്പെടും. ഇംഗ്ലണ്ടിൽ മില്ലനിയം വീൽ എന്ന് പറഞ്ഞിട്ട് അവരൊരു സാധനം തയ്യാറാക്കി. അതൊരു വലിയ ക്യാപ്സ്യൂള് പോലെയാണ്. അതിൽ ഒരെണ്ണത്തിൽ ഒരു 25 പേര് ഇരിക്കും. ലണ്ടൻ മുഴുവൻ കാണാം. നല്ല എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള വലിയ ഗ്ലാസിൻ്റെ, ബ്രിട്ടീഷ് എയർവേസിൻ്റെ അവരാണ് അതിൻ്റെ ആൾക്കാർ. അവരാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരാണ് അതിനെ ഡിസൈൻ ചെയ്തെടുത്തത്. ഫ്ലൈറ്റിനകത്ത് കയറിയതുപോലെ ഉണ്ടാവും. നമ്മൾ അതിൽ ഇരുന്നാൽ അതൊരു പൊടി അനങ്ങുന്നതായിട്ട് നമുക്ക് തോന്നില്ല. ഒരു പൊടി, അതിനെന്തെങ്കിലും വിധത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് അനുഭവപ്പെടില്ല. പക്ഷേ നമ്മളിങ്ങനെ കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കും. ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് മുഴുവനായിട്ട് ഗ്ലാസ്സാണ്, നമുക്കതങ്ങനെ കാണാം. പുറത്തു നിന്ന് നമ്മൾ നോക്കുന്ന സമയത്തോ അതിങ്ങനെ വളരെ 1 മണിക്കൂറാണ് അത് കറങ്ങി തിരിച്ചു വരാൻ എടുക്കുന്നത്, 1 മണിക്കൂർ. അപ്പോൾ അത് ഇളകുന്നു, അത് ഇളകുന്നില്ല. ഞാനതിൻ്റെ ഉള്ളിൽ കയറിയാൽ എൻ്റെ അനുഭവം എന്താ? ഇളകുന്നില്ല. ഞാനതിൻ്റെ പുറത്തിറങ്ങിയാൽ അത് ഇളകുന്നുണ്ട്. ഒരേ വസ്തു തന്നെ ഇളകുന്നു. വിമാനത്തിനകത്ത് നമുക്ക് ഇളക്കമില്ല, പുറത്തുനിന്ന് വിമാനത്തിൽ നോക്കിയാൽ ഇളക്കമുണ്ട്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിന് ചലനത്തോടു കൂടിയ ഒരു ഭാവവും ചലനമില്ലാത്ത ഭാവവും, ഇനി ഈ വിശ്വത്തിലെ മുഴുവൻ ചലനങ്ങൾക്കും അധിഷ്ഠാനമായ ആ സദ്വസ്തുവിന് ചലനമില്ലാത്ത അവസ്ഥയും, അപ്പം ചലനത്തിൽ ചലനമില്ലായ്മയെയും ചലനമില്ലായ്മയിൽ ചലനത്തെയും ആര് കാണുന്നു? ഈ കാണാനാണ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത് ഇളകുന്നു, അത് ഇളകുന്നില്ല. തദ് ദൂരെ തദ് അന്തികെ, അത് വളരെ ദൂരെയാണ്, അത് അടുത്താണ്. നമ്മളെ വീട്ടിലൊരു നല്ല ചിത്രം വയ്ക്കുന്നു, ഒരു സീനറിയാണ്. ആ സീനറിയിൽ എന്തുണ്ട്? ഒരു തടാകമുണ്ട്. ആ തടാകത്തിൻ്റെ ഇപ്പുറത്തായിട്ട് ചെറിയ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, നല്ല 1-2 വീട്. ആ വീട്ടിൻ്റെ മുറ്റത്ത് നല്ലൊരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിൽ കുറച്ച് മുന്നിലേക്കായിട്ട് നല്ല പുൽത്തകിടിയൊക്കെ അങ്ങനെ നിൽക്കുന്നത് തടാകത്തിൻ്റെ അടുത്താണ്. എന്നിട്ട് ആ തടാകത്തിൻ്റെ അവിടുന്ന് ഇപ്പുറത്ത് കൂടെ ഇങ്ങനെ വഴിയുണ്ട്. ആ ചെറിയൊരു പാലമുണ്ട്. ആ പാലം കടന്നിട്ട് അതിൻ്റെ പിറകിലേക്ക് മലകളുണ്ട്, വലിയ വലിയ മലനിരകളുണ്ട്. ആ മലയുടെയൊക്കെ ഏറ്റവും പിറകിലായിട്ട് സൂര്യൻ അസ്തമിക്കുന്നു. ഈ ചിത്രം നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിലില്ലേ ദൂരമില്ലേ, അടുപ്പമില്ലേ, അല്ലേ? ചിത്രങ്ങൾ എന്തൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്? ആ ദൂരത്ത് അവിടെ കണ്ടോ, അവിടെ ഒരു കാക്കയുടെ ഒരു പൊടി പോലത്തെ ഒരു ഇതുണ്ടാവും. അപ്പോൾ കുറേ പക്ഷികളുടെ ഒരു കൂട്ടം അതങ്ങനെ പറക്കുന്നതായിട്ട്. തദ്ദൂരെ, അതേസമയം തതു അന്തികെ. എന്നാൽ ഈ തടാകവും ഈ മലയും ഈ സൂര്യനും ഈ വീടും ഒക്കെ തമ്മിലുള്ള ദൂരം എത്രയാ? ആരാണ് ഈ ദൂരത്തെ സൃഷ്ടിക്കുന്നത്? നമ്മുടെ തോന്നലുകളാണ്. അത് ദൂരെയാണ്, അത് അടുത്താണ്. ഇനി ഉപനിഷത്ത് വിനോബാജി പറയുന്നു അത് ദൂരെയാണ്. ആർക്കാണത് ദൂരെ? അന്വേഷിക്കാത്തവന്. ഏത് ദൂരെ? സത്യം ദൂരെയാണ്. അടുത്താണ്. ആർക്കാണത്? അന്വേഷിക്കുന്നവന്. താൻ തന്നെയാണ്. അന്വേഷിക്കുന്നവൻ താൻ തന്നെയാണ് എന്നാവുമ്പോൾ തതു അന്തികെ, അല്ലെങ്കിലോ തദ്ദൂരെ. അന്വേഷണം നടത്താത്തിടത്തോളം അത് ദൂരെ. അതുകൊണ്ട് ജിതു കൃഷ്ണമൂർത്തിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് ഇതാണ്, ഉപനിഷത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ സത്യത്തെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ സത്യത്തിൽ നിന്നും അകലുന്നു. എന്നാൽ നിങ്ങൾ സത്യത്തെ അന്വേഷിക്കാതിരിക്കുമ്പം നിങ്ങൾ ഒരിക്കലും സത്യത്തെ കണ്ടെത്തില്ല. സത്യത്തെ അന്വേഷിക്കുന്ന ഒരുവൻ സത്യത്തിൽ നിന്നും അകലുന്നു. ഒപ്പം സത്യത്തെ അന്വേഷിക്കാതിരിക്കുന്ന ഒരുവൻ ഒരിക്കലും സത്യത്തിൽ എത്തുന്നും ഇല്ല. അപ്പോൾ അന്വേഷിച്ചാൽ കണ്ടെത്തില്ല എന്നും അന്വേഷിക്കും തോറും അകലുകയാണെന്നും എന്നാൽ അന്വേഷണം നിർത്താമെന്ന് വിചാരിച്ചാൽ അത് കണ്ടെത്താൻ സാധ്യമല്ല എന്നും മനസ്സിലാവുമെങ്കിൽ സംഭവം ഏകദേശം അങ്ങനെ എന്താ പറയുക പിടികിട്ടും. അതുകൊണ്ടാണ് കേനോപനിഷത്തിലെ ശിഷ്യൻ അങ്ങനെ പറഞ്ഞത്, എനിക്കറിയില്ല എന്ന് ഞാൻ അറിയുന്നില്ല, എനിക്കറിയില്ല എന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ഇപ്പറഞ്ഞത് ആർക്കറിയാം? അവർക്കറിയാം.
ഈ സത്യത്തെ അവതരിപ്പിക്കാൻ അവർക്ക് ഇതേ ഉള്ളൂ വഴി, വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ ശരിക്കും അങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. ആ കാണുന്നതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അത് പറഞ്ഞാൽ തെറ്റാണത്. അതുകൊണ്ട് മനസ്സ് ഇതിനെ അങ്ങനെ പാകപ്പെടുത്തിയെടുക്കണം. അതുകൊണ്ട് അതെല്ലാറ്റിൻ്റെയും അകത്ത്, അതെല്ലാറ്റിൻ്റെയും പുറത്ത് ഒരേ സത്യം തന്നെയാണ്. അണോഹോ അണിയാൻ മഹതോ മഹീയാൻ. അണുവിനേക്കാൾ അണുവായിട്ടും മഹത്തരമായതിനേക്കാൾ മഹത്തരമായും നിലകൊള്ളുന്നത്. ഇതങ്ങോട്ട് ഉറപ്പിച്ചു തരികയാണ്. തത് ഏജതി തത് ന ഏജതി, തദ് ദൂരെ തദന്തികെ, തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യത എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അതാണ് ഈ കാണായത് എല്ലാം. തുടർന്ന് യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സതേ. യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സതേ. അപ്പം ഇതാണ് സത്യം എന്ന് ഉപനിഷത്തിൽ ഋഷി വീണ്ടും അവതരിപ്പിച്ച് ഈ സത്യത്തെ എങ്ങനെ അനുഭവപ്പെടുത്തണം എന്നും അനുഭവപ്പെടുത്തിയാലുള്ള അതിൻ്റെ പ്രയോജനം എന്താണ് എന്നും അവതരിപ്പിക്കണം. അപ്പം അതുകൊണ്ടാണ്, ഇത് നേരത്തെ അറിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ സത്യസാക്ഷാത്കാരമല്ലാതെ വേറൊരു ഈ പ്രശ്നങ്ങൾക്ക്, ദുഃഖങ്ങൾക്ക്, ദുഃഖം എന്നാണ് അവരെല്ലാറ്റിനെയും കൂടെ ചേർത്ത് പറയുക, ദുഃഖം, ഇതിനുള്ള ഏക പോംവഴി എന്താണ്? ഈ സത്യസാക്ഷാത്കാരമാണ്. അപ്പം ഈ സത്യത്തെ അറിയുന്നതോടുകൂടി പിന്നെ നമുക്ക് എന്തുണ്ടാവുന്നില്ല? ഇവിടെ പറയുന്നു ന വിജുഗുപ്സതേ. നമുക്ക് നോക്കാം എങ്ങനെയാണ് സത്യം അറിയേണ്ടത്, അല്ലെങ്കിൽ സത്യത്തെ അനുഭവപ്പെടുത്തുക എങ്ങനെയാണ്. യസ്തു സർവാണി ഭൂതാനി. യസ്തു എന്ന് പറഞ്ഞാൽ യഹാത്തു, യഹ യാതൊരുവനാകട്ടെ, അതാരോ ആവട്ടെ. ഇതാണ് ഉപനിഷത്തിൻ്റെ വേറൊരു സൗന്ദര്യം. ഉപനിഷത്ത് രചിക്കുന്ന കാലത്ത് ഈ ലോകത്തിൽ ഒരു മതവും നിലനിന്നിട്ടില്ല, ഒരു മതവും ഉണ്ടായിട്ടില്ല. ഇവിടെ കാണുന്ന നിങ്ങളിപ്പോൾ പറയുന്ന, ഇപ്പോൾ ലോകത്തിൽ വളരെ ശക്തമാണ് എന്നൊക്കെ പറയുന്ന മതങ്ങളുണ്ടല്ലോ, ഇതൊന്നും ഇല്ലാത്തതാ ഈ ഉപനിഷത്തിൻ്റെ കാലത്ത്. നമുക്ക് തോന്നുന്നത് ശരിക്കും ഈ റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സ്കൂളിൽ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അത് പഠിപ്പിക്കേണ്ടത് മതമില്ലാത്ത ജീവനും ജീവനില്ലാത്ത മതവുമായിട്ടല്ല പഠിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മതം പഠിപ്പിക്കൽ അങ്ങനെയല്ല. മറിച്ച് എന്താണ് ഇസ്ലാം മതം, എന്താണ് ക്രിസ്തു മതം, ഈ ഇസ്ലാം മതവും ക്രിസ്തു മതവും തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് ഇത് രണ്ട് വഴിയിലേക്ക്, ഇതുപോലും അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ എന്താണ് മതങ്ങൾ, മതം എങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്, ഇതെന്താണ്? ഇതൊരു മതമേ അല്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ശബ്ദങ്ങളും ഈ പ്രയോഗങ്ങളൊക്കെ എങ്ങനെയായി തീർന്നത്. ഇതൊരു സയൻസാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അവർ ഈ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്, 2000 ചില്ലാനും വർഷങ്ങളായിട്ടേ ഉള്ളൂ ഇതൊക്കെ ആവിർഭവിച്ചിട്ട്. ഈവൻ യേശു ക്രിസ്തു ഒരു ജൂതനാണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. കാറൽ മാർക്സും അതായിരുന്നു എന്നറിയാത്ത കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ട്. മാർക്സ് എതിർത്ത മതം ഈ സെമറ്റിക് മതങ്ങളെ ആയിരുന്നു എന്നറിയാത്ത എത്രയോ ആളുകൾ ഇവിടെയുണ്ട്. ഉപനിഷത്ത് ദർശനത്തെ ഒരു തരത്തിൽ എതിർക്കാൻ പറ്റില്ല. കാരണം ഉപനിഷത്ത് ദർശനത്തെ നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തന്നെ അസ്തിത്വം ഇല്ലാതെയാവും, നിലനിൽപ്പില്ലാതെയാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? സെമറ്റിക് മതങ്ങളുടെ കൂട്ടത്തിൽ ഈ സനാതന ധർമ്മത്തെയും കൂടെ കൂട്ടി അങ്ങോട്ട് എതിർത്തു. അതാണ് ഈ കേരളത്തിൽ ഈ ഒരു അവബോധം ജനതയ്ക്ക് ഇല്ലാതെ പോയത്. നമുക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു വീഴ്ച അതാണല്ലോ. വേറെ എവിടെ ഈ ദോഷം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ പറഞ്ഞു തരും ഇതൊക്കെ. തപോവൻ സ്വാമികൾ പറയും പശുക്കൾ അവിടെ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ശിവോഹം എന്നാ പറയാം. പശുക്കൾ നമുക്ക് തോന്നും ഇതൊക്കെ ഗഹനമാണ്. ഒന്നുമില്ല, ഇതൊക്കെ സാധാരണ കുട്ടികൾക്ക് അറിയാം.
ഹിമാലയത്തിൻ്റെ ഒരു സൗന്ദര്യം അതാണ്. ഹിമാലയത്തിലാണ് ഇപ്പോഴും ഇത് ശക്തമായി നിലനിൽക്കുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ ഏറ്റവും ഈ ആശുപത്രികളും കുഴപ്പങ്ങളും ഒന്നും ഇല്ലാത്തൊരു സ്റ്റേറ്റാണ്. ഋഷികേശ് കഴിഞ്ഞാൽ പിന്നെ മാംസാഹാരവും ഒന്നും ഇല്ല അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലും ഇല്ല. അപൂർവം ചെറിയ ചെറിയ ഡിസ്പെൻസറികളുണ്ട്. അവിടെ വരുന്നത് ടൂറിസ്റ്റുകളാണ്, അല്ലാതെ ഹിമാലയത്തിലുള്ളവർ ആശുപത്രി കിടക്കാറില്ല. വളരെ പ്രകൃതി അനുസാരികളായിട്ട് ഈ ഒരു സത്യം ഉൾക്കൊണ്ട് വലിയ വലിയ സൗധങ്ങളൊന്നും കെട്ടിപ്പടുത്ത് താമസിക്കുന്നില്ല. അവർക്കറിയാം ഈ സത്യം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടെ ഉപയോഗിക്കുന്ന യഹ എന്നുള്ളതിന് ചിന്മയാനന്ദ സ്വാമികൾ പറയും ദ യൂണിവേഴ്സൽ പ്രൊനൗൺ യഹ സഹ എന്നൊക്കെ ഉള്ളത്. അതിൽ പെടാത്തവനില്ല. എല്ലാ അതിർവരമ്പുകളെയും അത് ഭേദിക്കുന്നു. എന്നിട്ട് എല്ലാറ്റിനെയും സമാശ്ലേഷിക്കുന്നു. ആരോ ആകട്ടെ, അത് ഇന്നവനൊന്നുമില്ല, അവന് ഏത് കാട്ടുകള്ളനാണെങ്കിലും കുഴപ്പമില്ല. യഹ സത്യാന്വേഷണത്തിന് നിങ്ങൾ ചെയ്യുന്ന ഈ പുണ്യം പാപം ഇതൊക്കെ വളരെ താഴെ ഉള്ളൊരു ലെവലിലുള്ളതാണ്. അതൊക്കെ ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പം ഈ അവിദ്യ എന്ന് തന്നെ പറയുന്നത് എന്താ, പലതുണ്ട് എന്ന് കരുതുന്നതിനെയാണ് ഉപനിഷത്ത് അവിദ്യ എന്ന് പറയുന്നത്, അജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് വേദാന്ത ദൃഷ്ടിയ പാപം. തന്നെ മറ്റൊന്നായി ധരിക്കുക, ഇതാണ് പാപം. തെറ്റിദ്ധാരണയാണ് പാപം. താൻ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന വികാര വിചാരങ്ങൾ അത് സ്ഥിരമാണ് എന്ന ധാരണയാണ് പാപം എന്ന് പറയുക വേദാന്തത്തിൽ, ഭാരതീയ ചിന്തയിൽ. അപ്പം യഹാതു യാതൊരുവനാകട്ടെ സർവാണി ഭൂതാനി, സർവാണി ഒന്നൊഴിയാത്ത ഭൂതാണി ഭവിച്ചിട്ടുള്ള ഭൂസത്തായാം, എന്തൊക്കെ ഈ വിശ്വത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഭൂതമാണ്. അതിൻ്റെ ശക്തിമത്തായ ഭൂതങ്ങളാണ് 5 എണ്ണം. ഭൂതം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ചോദിക്കുന്ന ഭൂതമല്ലേ. കുട്ടികൾ ചോദിക്കും, അച്ഛാ ഭൂതമുണ്ടോയെന്ന്. രാത്രി 12 മണിക്ക് അച്ഛനെ തോണ്ടിയിട്ട് ചോദിക്കുന്നത്, അതും വെള്ളിയാഴ്ച. അച്ഛൻ ഈ സീരിയലൊക്കെ കണ്ടിട്ട് കിടക്കുക, ഭൂതമുണ്ടോ പ്രേതമുണ്ടോ എന്നൊക്കെ. ഭൂതമുണ്ടോ എന്ന് ചോദിച്ചാൽ, മോനെ ഭൂതമുണ്ട്, നീയും ഭൂതാണ്, അമ്മയും ഭൂതാണ്. അതെനിക്കറിയാം, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഞാനും ഭൂതാണ്, ഈ കാണായതെല്ലാം ഭൂതമാണ് എന്ന് പറഞ്ഞിട്ട് അവനോട് പറയണം 5 ഭൂതങ്ങളുണ്ട്. ആ 5 ഭൂതങ്ങളെ പഞ്ചമഹാഭൂതങ്ങൾ എന്ന് വിളിക്കും. ആ പഞ്ചമഹാഭൂതത്തിൽ ഏറ്റവും ആ ക്രമത്തിൽ ആകാശമാകുന്നു ആദ്യത്തെ ഭൂതം. ആ ആകാശമാകുന്ന ഭൂതത്തിൽ നിന്ന് വായു എന്ന രണ്ടാമത്തെ ഭൂതമുണ്ടായി. ആ വായു എന്ന ഭൂതത്തിൽ നിന്ന് അഗ്നി ഉണ്ടായി. അഗ്നി എന്ന ഭൂതത്തിൽ നിന്ന് ജലമുണ്ടായി. ജലമെന്ന ഭൂതത്തിൽ നിന്ന് ഭൂമിയുണ്ടായി. ഭൂമി എന്ന ഭൂതത്തിൽ നിന്ന് വൃക്ഷലതാദികളുണ്ടായി. ആ വൃക്ഷലതാദികളിൽ നിന്ന് ഫലമുണ്ടായി. അതിൽ നിന്ന് ഞാനും നീയുമാകുന്ന ഭൂതങ്ങളൊക്കെ ഉണ്ടായി. ഏതസ്മാദാത്മന ആകാശസംഭൂത ആകാശാദ് വായു വായോരഗ്നി അഗ്നേരാപ അദ്ഭ്യ പൃഥിവി പൃഥിവ്യോ ഓഷധയ ഓഷധീഭ്യോ അന്നം അന്നാത് പുരുഷ. ഇങ്ങനെയൊരു ക്രമമുണ്ട്. അപ്പോൾ ഈ പഞ്ചമഹാഭൂതങ്ങളാണ്. ആ പഞ്ചമഹാഭൂതങ്ങൾ ചേർന്ന, മോൻ കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടില്ലേ, H2O എന്ന് പഠിച്ചിട്ടില്ലേ? ജലം എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജനും ഓക്സിജനും. അതെങ്ങനെ, എത്ര ഹൈഡ്രജൻ കണങ്ങളും എത്ര ഓക്സിജൻ കണങ്ങളുമാണ്? അപ്പോൾ അവൻ പറഞ്ഞു തരും H2O എന്ന്. ഹൈഡ്രജൻ്റെ 2 ആറ്റവും ഓക്സിജൻ്റെ 1, ശരിയല്ലേ? ഇതാണ് ഒരു ജലകണം എന്ന് പറയുക. ഇതുപോലത്തെ ഒരു ഏർപ്പാടാണ് പഞ്ചീകരണം. ഈ പഞ്ചമഹാഭൂതങ്ങൾ പഞ്ചീകരിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. ഇങ്ങനെ നന്നായി സയൻസ് പറഞ്ഞു തന്നവരാണ് നമ്മുടെ ആളുകൾ. അപ്പോൾ അവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികളോട് പറയേണ്ടത്, മോനെ നമ്മുടെ ആചാര്യന്മാർ, മോൻ ഇപ്പോൾ പോയിട്ട് സ്കൂളിൽ പഠിക്കുന്നില്ലേ, ഇതേപോലത്തെ ഒരു സംവിധാനം പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഈ വിശ്വത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നത് കഥകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അവരുടെ ഫോർമാറ്റ് അതാണ്, കഥാരൂപത്തിൽ. അവർ ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഹൈഡ്രജൻ എന്ന് പറയില്ല. ഹൈഡ്രജൻ അവരൊരു മീശയൊക്കെ വയ്ക്കും.
ഹൈഡ്രജൻ ഒരു കണ്ണൊക്കെ വയ്ക്കും, ഹൈഡ്രജൻ ഒരു പ്രത്യേക യൂണിഫോമൊക്കെ നൽകി ഹൈഡ്രജൻ്റെ മൊത്തം ഗുണഗണങ്ങൾ അങ്ങോട്ട് പറയും. വേണമെങ്കിൽ ഹൈഡ്രജൻ ഒരു ഭാര്യയെ സൃഷ്ടിച്ച് ഹൈഡ്രജന് കുറച്ച് കുട്ടികളൊക്കെ ആക്കി ഹൈഡ്രജൻ അങ്ങനെ ഒരു രാജ്യത്ത് വസിക്കുന്ന ഒരു രാജാവാക്കി തന്നെ അവരെ അവതരിപ്പിക്കുക. അതാണ് അവരുടെ രീതി. അങ്ങനെ അവർ സമുദ്രത്തെക്കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച്, വൃക്ഷങ്ങളെക്കുറിച്ച് എല്ലാറ്റിനെയും അവർ കഥാരൂപത്തിലാണ് നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. ഇത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് അവർ ഈ വിശ്വത്തെ മുഴുവൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് കഥയിൽ പറഞ്ഞിട്ടാണ്. ഇപ്പോഴും നമുക്ക് ഈ കഥ കേൾക്കാൻ എന്താ വലിയ താല്പര്യം? ഞാനിപ്പോൾ പ്രായമൊക്കെ അതുകൊണ്ട് ഞാൻ കഥ മാത്രം പറയരുത് എന്നാരെങ്കിലും പറയാറുണ്ടോ? 99.99 കഴിഞ്ഞ് അപ്പൂപ്പനും പറയണത് കഥ പറഞ്ഞു തരുമെന്നാണ്.